ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് ആയുർവേദ സെൻ്ററുകളാണ് കേട്ടോ. ആയുർവേദ മസാജ് എല്ലാ ദിവസവും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം കാണുന്നത് ഈ ഒരു തട്ടിപ്പ്. അപ്പോൾ അതിലുള്ള ഫുഡും അക്കോമഡേഷനും അവർക്ക് ടോട്ടലി ഫ്രീ ആണ്. നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. എവിടെ നോക്കിയാലും തട്ടിപ്പാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് ആയുർവേദ സെൻ്ററുകളാണ് കേട്ടോ. ആയുർവേദ മസാജ് എല്ലാ ദിവസവും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം കാണുന്നത് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെൻറ്റർ. തട്ടിപ്പ് കേന്ദ്രമാണോ എന്ന് എനിക്കറിയില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ഇത് ഒരു ആയുർവേദ കേന്ദ്രമല്ല, ഇതൊരു മർമ്മ ചികിത്സാ കേന്ദ്രമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മോഹൻലാൽ പേഷ്യൻ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ മർമ്മ ചികിത്സകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് പണി കൊടുക്കുന്നതല്ല, ഡോക്ടർമാരെ ചികിത്സിക്കുന്ന ഒരു വിദഗ്ധനായ വിശ്വങ്കരനാണ്, അല്ലെങ്കിൽ ഒരു മർമ്മ ചികിത്സകനാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ വരുന്ന ആളുകളുടെ തിരക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊന്ന് പറയാം, ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു ആയുർവേദ സെൻ്റർ അല്ല, ഇതൊരു മർമ്മ ചികിത്സാ കേന്ദ്രമാണ്. കാരണം മർമ്മ ചികിത്സയിൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മർമ്മ ചികിത്സയിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവാത്തവർക്ക് ഈ ഹിമാലയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരാം. അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് എസ് നായർ. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണിത്. ഇതാണ് സന്ദീപ് എസ് നായർ. നമസ്കാരം. തിരക്കിലാണോ? പേഷ്യൻ്റ് ഉണ്ടല്ലേ? ക്ഷമിക്കണം. നമസ്കാരം. ഡോക്ടർ അല്ലല്ലോ, മർമ്മ ചികിത്സകനാണ്. നിങ്ങൾ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറുടെ ലുക്കുണ്ട്. നമുക്കൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ഹോസ്പിറ്റലിലൂടെ തുടങ്ങിയാലോ? വേണ്ട. നമസ്കാരം വൈദ്യരെ, ഞാൻ ചോദിക്കുന്നത്, കാരണം ഫേസ്ബുക്ക് തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ ആയുർവേദ സെന്ററുകളുടെ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ മർമ്മ ചികിത്സ. ഉടായിപ്പാണോ? അങ്ങനെയൊന്നുമില്ല, വേണയാക്കാം അല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്താണ് ചേട്ടാ ഇതിന്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ നട്ടൽ സംബന്ധമായിട്ടുള്ള ഇതിൽ വന്നാലും നമ്മൾ എന്ത് അസുഖം വന്നാലും, ഓപ്പറേഷൻ പറയുന്ന എന്ത് വന്നാലും ഞാനത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എപ്പോൾ കിട്ടും. പിന്നെ നമുക്ക് വന്ന അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് ചികിത്സയുണ്ട്. ചികിത്സ വേണ്ടവർക്ക് ചികിത്സ കൊടുക്കും. ആ ചികിത്സ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭേദമാകും. കുടുംബം വെക്കേണ്ടി വരുമോ? അങ്ങനൊന്നുമില്ല, ചെറിയ എമൗണ്ട് ഒക്കെ ആകും. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ പരസ്യം കാണുമ്പോൾ നിങ്ങൾ പൈസ പറയത്തില്ല, ഇവിടെ വരുമ്പോഴായിരിക്കും കുടുംബം വെക്കേണ്ടി വരുന്നത്. ഇത് ഒരുപാട് പൈസയാവും. കാരണം സാധാരണ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ ശരിയല്ലേ? നമുക്ക് പൈസയുടെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ്, ഒരുപാട് പൈസയാവും? ഒരുപാട് കൂടുതലല്ല, എന്നാലും ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 9 days കോഴ്സ് ഒക്കെ കിടത്ത ചികിത്സയുണ്ട്. അതിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഫുഡും അക്കോമഡേഷനും അവർക്ക് ടോട്ടലി ഫ്രീ ആണ്, പൈസ വാങ്ങിക്കാറില്ല. അതായത് താമസിക്കുന്നതിനും ഇവിടെ ഫുഡിനും പൈസ ഇല്ല. കാരണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കഞ്ഞിപ്പയറുമാണോ? അല്ലല്ല, നല്ല ഭക്ഷണമൊക്കെയാണ്. രാവിലെ എന്നൊക്കെ ആയിരിക്കും? രാവിലെ ഇഡലി, എല്ലാ ഭക്ഷണവും കിട്ടും. പിന്നെ അതുപോലെ ഞങ്ങള് ഈ അക്കോമഡേഷൻ ഫ്രീ ആണ്, താമസസൗകര്യം. പിന്നെ ഈ ചികിത്സയ്ക്കുള്ള പണം എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും ഒരു ചിലവർക്ക് 32 രൂപ വരും, 32,000 രൂപ വരും. ചിലവർക്ക് മേബി ഞാൻ ചോദിച്ചാൽ 50 രൂപ കൂടുതലാണ്. 50 രൂപ കൂടുതൽ. കാരണം ഒരു സർജറി ഒക്കെ ഒരു 2 ലക്ഷം 3 ലക്ഷം പറയുന്നിടത്ത് ഒരു 35 രൂപ അങ്ങേറ്റം കൂടുതൽ. പിന്നെ മരുന്നിനുണ്ട് എക്സ്ട്രാ കാശുണ്ട്. മരുന്നിന്റെ കാശ് പിന്നെ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അത് മരുന്നിനുള്ള ആയുർവേദ മെഡിസിനാണ്, തുക കുറച്ച് ആകുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പൈസ ആവുന്നത്. ഇല്ലെങ്കിൽ ഒരു വൺ ടൈം ഒക്കെ വന്നിട്ട് പോവാണെങ്കിൽ വൺ ടൈം ഒന്നും ആകത്തില്ല. അധികം ഒരു 10,000 രൂപ 10,000 രൂപ താഴെ ആകത്തുള്ളൂ. എല്ലാം മെഡിസിൻ ഡിപ്പെൻസ് ആണല്ലേ? അസുഖത്തിനനുസരിച്ച് നമ്മൾ എന്ത് അസുഖത്തിനാണോ അതിനല്ലേ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അതെ അതെ. നമ്മളിപ്പോ ഓടി വന്നിട്ട് 5,000 രൂപ ട്രീറ്റ്മെന്റ് തരുമെന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് കാര്യം ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല, ആരും പൈസ പറയുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വിശ്വാസമുണ്ട്. പിന്നെ ഈ ചികിത്സയുടെ രീതി എന്തൊക്കെയാണ്? നമ്മുടെ ചികിത്സയുടെ രീതി ഇതാണ്. ഒന്ന്, ഞാനിവിടെ ഈ മർമ്മം ചെയ്യും. മർമ്മം ചെയ്ത് ഇവരുടെ എല്ലാ എന്താണ് അസുഖം എന്ന് ഫൈൻഡിങ് ചെയ്യാം, കണ്ടുപിടിക്കാം. ഞാൻ എന്റെ വിരലിലാണ്, ഇത് എന്റെ ഫിംഗറിലല്ല. അപ്പൊ അത് ഞാൻ തന്നെ ഒരു സ്കാനിങ് നടത്തുക. അപ്പൊ തന്നെ എനിക്ക് പിടികിട്ടും എന്താണ് ഇവരുടെ അസുഖം. എന്നെ സ്കാൻ ചെയ്യാൻ എന്ത് തോന്നുന്നു? അത് ഞാൻ കുറച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു, എന്റെ തലക്കാണോ കംപ്ലൈന്റ്? നാട്ടുകാരതാ പറയുന്നത്. അപ്പൊ അത് പെടലിയുടെ താഴെ കശേരികൾക്കായിരുന്നു, അത് വെട്ടിപ്പിടെന്ന് പറയും. അതിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. C4 C5 അത് എക്സ്റേ എടുത്തപ്പോൾ അതുപോലെ തന്നെ അത് തന്നെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എക്സ്റേ എടുക്കാനും അറിയാൻ പറ്റും. അതറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിനുള്ള ചികിത്സ കൂടെ പറയാം. ചികിത്സ ഡോക്ടറാണ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടറുണ്ട്.
ഡോക്ടർ നിർദ്ദേശിക്കുന്ന എത്ര ദിവസം വേണം, ആ ചികിത്സ എത്ര ദിവസം വേണമെന്ന്. ചിലപ്പം ഡോക്ടർ പറയും 11 ദിവസം വേണ്ടി വരും എന്ന് പറയും, ചിലപ്പോൾ 9 ദിവസം ആകും. അപ്പൊ 9 ദിവസത്തെ ചികിത്സ എന്താണെങ്കിലും മസ്റ്റായിട്ട് ചെയ്യും. ചെയ്യാതെ നമ്മൾ പരിപൂർണ്ണമായിട്ട് നമ്മൾ പറയുന്ന കേട്ടാൽ ഇത് പൂർണ്ണമായിട്ട് മാറും. പറയുന്ന കേൾക്കാതിരുന്നാൽ അതിനൊരു പത്യവും കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ഇതിയുടെ ഈ വീഡിയോ വേറെ ആൾ ഏതോ വീഡിയോ ചെയ്ത് കണ്ടിട്ടാണ് ഞാനത് ചെയ്താൽ വന്നത്. അപ്പൊ അതിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടു, റിസൾട്ട് കിട്ടിയില്ലെന്ന് കണ്ടു. അതെന്താണ് കാര്യം? അത് അവർ നമ്മൾ പറയുന്നത് ചെയ്യില്ല. അതായത് ഇവിടെ വന്ന് ഞാൻ പറയും നിങ്ങളൊരു ചികിത്സയ്ക്ക് വായോ, അപ്പൊ അവർ ചികിത്സയ്ക്ക് വരില്ല, അവർക്ക് ഉടനെ മാറണം, പെട്ടെന്ന് മാറും. അപ്പൊ പെട്ടെന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം പത്യം നോക്കി നോക്കേണ്ടതാണെങ്കിൽ നോക്കേണ്ടതാണ്. പത്യം നോക്കി മാത്രമേ ഇത് മാറുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ പത്യം നോക്കി അതിൻ്റെതായ അനുസരിച്ച് പോയാൽ അത് അവരുടെ റിസൾട്ട് അവർക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അല്ല, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വന്നാൽ മതി. ചുമ്മാ എല്ലാവരും കൂടെ അടിക്കരി വന്നിട്ട് എനിക്ക് ഇപ്പൊ മാറണമെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആണ് റെഡി. അവരാളിവിടെ വന്ന് പറഞ്ഞു ഫ്ലൈറ്റ് 12 ഫ്ലൈറ്റാ സാറേ, എനിക്ക് 6 മണിക്ക് എന്നെ ഇവിടെ വന്ന് നോക്കി വിടണമെന്ന് നടക്കാൻ മേലായിരുന്നു. അപ്പൊ അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാൻ 9 ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഇന്ന് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ചികിത്സയും ഭക്ഷണവും ഫ്രീ ആണ്, മരുന്നിന്റെ കാശും ചെയ്തു കൊടുക്കാം. ഇവിടുത്തെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണം. കോടീശ്വരനാകാൻ വേണ്ടിട്ടൊന്നും അല്ല, ഞാൻ ചാരിറ്റിയും കൂടെ അതുകൊണ്ടാണ് ഈ ഫുഡും അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള പലർക്കും ചികിത്സ എനിക്ക് തോന്നുന്നു മോഹൻലാൽ സാർ വന്നിട്ടുണ്ട്, പിന്നെ റസൂൽ പുക്കുടി സാർ വന്നിട്ടുണ്ട്, നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പൊ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ദുബായ് രാജാവിന്റെ ആളുകളെ അവിടുത്തെ. അതിനേക്കാളും കൂടി ഞാൻ വേറൊരു രഹസ്യം ചോദിക്കട്ടെ, ഡോക്ടർമാർ ഒരുപാട് ഓർത്തോ ഡോക്ടർമാർ എനിക്ക് എണ്ണാൻ പറ്റത്തില്ല. പക്ഷെ അവരിത് പുറത്തു പറയൂല. ഇല്ല, ഞാനിപ്പോ എന്റെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ ആയുർവേദത്തിന്റെ എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ആയിരിക്കും അതിന്റെ അടി വന്ന് കമന്റ് ചെയ്യുന്നത് ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതിയല്ല, ഇത് വളരെ ശ്രദ്ധിക്കണം, കാരണം ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്, സൂരജ് മലക്കാന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ള ഈ പറയുന്ന ഡോക്ടർമാർ തന്നെയാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത് അല്ലേ? എന്തായാലും ഞാൻ പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇവിടെ എത്താനുള്ള വഴി പലരും അതിൻ്റെ അടി കമന്റ് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നില്ല എന്ന് പറയുന്നത്. ഇത് ഒന്നുമില്ല, ഇത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നല NSS കോളേജ് കഴിഞ്ഞ് തിരുവല്ല റോഡിലേക്ക് കയറുമ്പോൾ വലത് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട്, അത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഏതമ്പലമാ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ കയറുന്ന വഴി തന്നെയാണ് ഈ ഇതിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്കിന് സൈഡിൽ കൂടെ വഴി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാൻ നമ്പറും കൊടുത്തേക്കാം, കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഗൂഗിളിലുണ്ട് ഇത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വളരെ പാവപ്പെട്ടവരാ, മനസ്സിലായില്ലേ? അപ്പം കഴുത്തറുത്തൊന്ന് കാശ് മേടിക്കുകയാണെന്ന് എനിക്ക് അറിയാം. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. ഞാൻ ഈ പൈസക്ക് വേണ്ടി ഇത് ചെയ്യാനായിട്ട് തീരുമാനിച്ചില്ല. വേറെ പണിയുണ്ട്, വേറെ ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. ഞാൻ പലതും ചെയ്തു തന്നെ ജീവിക്കുന്നത്. അപ്പൊ ഇത് ചികിത്സ ബിസിനസ് ആക്കിയിട്ടില്ല, ഇതുവരെ ആക്കിയിട്ടില്ല. അതിനുവേണ്ടി ഒത്തിരി പേര് തുനിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്രാഞ്ചൈസിക്കും മർമ്മം പഠിപ്പിച്ച് കൊടുക്കാവെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പോകാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ആകാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണെന്ന് പറയും? എല്ലാത്തിനും ഉള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഞങ്ങളുടെ നട്ടല് സംബന്ധമായ പ്രശ്നം, കൈ ഡ്രോപ്പ് ആകുന്നത്, പിന്നെ കഴുത്തിന് കോളർ ഇട്ട് വന്നാല് ഇതെല്ലാം കോളറിൽ അവിടെ നിന്ന് ഊരിട്ടാ വിടുക, നട്ടലിന്റെ ഇത് വന്ന് ബെൽറ്റ് ഇട്ട് വന്ന ബെൽറ്റ് ഊരിട്ടാ വിടുക, പിന്നെ കാലിന്റെ മുട്ടിന് വേന എന്ത് എങ്ങനെയുള്ള രോഗങ്ങളെല്ലാം തന്നെ. ഈ സർജറി കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാൻ സർജറി കഴിഞ്ഞവർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ചെയ്ത് മാറി ഒത്തിരി ആൾക്കാർ ഇവിടെ അനുഭവസ്ഥരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവര് തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്ന. അപ്പം അതിനകത്ത് ഉൾപ്പെട്ട ആൾക്കാർ ഈ ഒരു ഡ്രൈവർ DGPയുടെ ഡ്രൈവറും ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മനസ്സിലാവും, കാരണം അവരൊക്കെ 4 തലങ്ങനൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച ആൾക്കാരാണ്. ഈ അസുഖമുള്ളവരോട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവര്, ഇപ്പൊ ഒരുപാട് ദൂരം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കുമല്ലോ, അവരോടൊക്കെ എന്താ പറയുക? ഇങ്ങോട്ട് എത്താനല്ല, അവർ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടെ എത്തും, നിങ്ങളെ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കാം എന്നാണ് ഞാൻ പറയുക. കാരണം ഇവിടെ വന്നാലല്ലേ എനിക്ക് ചികിത്സ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അങ്ങ് പറയുന്ന പോലെ കറക്റ്റ് പഥ്യം എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു, എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയില്ല, ഞാൻ എനിക്ക് എന്ത് ചെയ്യാം? എന്ത് തന്നെ ചെയ്യാം, കത്തിച്ചോട്ടെ, മൊത്തം നിർത്തി കത്തിക്കും കേട്ടോ. വേറെ വളരെ തമാശ പറയട്ടെ, ഇവിടെ വരുന്ന പേഷ്യൻസ് പലരെ കണ്ടപ്പോഴും അങ്ങ് സുഹൃത്താന്നാ പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? വലിയ ഒരുപാട് റെസ്പെക്ട് ഒന്നും തരുന്നില്ല, വളരെ ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ ഈ പുള്ളിയെ കവിച്ച് കണ്ടു. അദ്ദേഹത്തെ പറഞ്ഞ സത്യമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടപെടലും ഞങ്ങളുള്ള രോഗി എന്നുള്ള രീതിയിലല്ല അക്സെപ്റ്റ് ചെയ്യുന്നത്. സുഹൃത്തിന് നല്ല ഒരു ആ രോഗം മാറണം എന്ന് 100% അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പേഷ്യൻസ് കൂടാൻ വേണ്ടി ഇവർക്ക് പലരും എന്നെ കൊണ്ട് വാർത്ത ചെയ്യിപ്പിച്ചോണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ആയുർവേദം കാരണം അറിയാം, ഈ ആയുർവേദത്തിലാണ് ഏറ്റവും വലിയ ഉടായ്മ നടക്കുന്നത്, പുള്ളിയും പറയും അല്ലേ? അതെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പുള്ളി ആദ്യം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസയാവും, പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ പഥ്യം നോക്കാൻ
ഉള്ളവർ ഞാൻ പറയുന്ന കേൾക്കുന്ന ഒരു സൗകര്യം ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളൊരു മൂടാ. കുഴപ്പമില്ലല്ലേ? അവസാനം നാട്ടുകാർ ഇടിയാൻ മേടിക്കൂ? ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ഒരിക്കലും മാറ്റിയില്ല. സത്യം വിളിച്ച് പറയുന്നത് ഇവിടേക്ക് ഒരുപാട് പേരെ കിടത്തി ചികിത്സിക്കുന്ന ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും റിസൾട്ട് കിട്ടി വന്നവർ തന്നെയാണ് അല്ലേ? എന്തായിട്ട് വന്നതാ? ഞാൻ എന്റെ മകനെയും കൊണ്ടുവന്നു. മോനെ കാല് വേദന വേറെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. അലോപ്പതിയുടെ റിസൾട്ട് നന്നായി വന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വീടിന് അടുത്തുള്ളവരൊക്കെ പറഞ്ഞത് എന്താ ആയുർവേദം നോക്കാനായി. എന്നിട്ട് ഇവിടെ വന്നു. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് അത് മുഖത്ത് കാണുന്നുണ്ട് അല്ലേ? അദ്ദേഹത്തോരൊക്കെ അസുഖം മാറിയാളാ. അല്ല നമസ്കാരം. എന്ത് പറ്റി വന്നാ? ഡിസ്ക് ബൾജായി പറഞ്ഞു കീറിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമായി അല്ലേ? 7 ദിവസമായി ട്രീറ്റ്മെന്റ്. ആശ്വാസം എല്ലാം മാറട്ടെ. പ്രേക്ഷകരെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഏറ്റവും ബഹുമാനനായ പ്രിയപ്പെട്ട ആയുർവേദ മർമ്മ ചികിത്സകന്റെ അടുത്താണ്. അദ്ദേഹത്തെ ഡോക്ടറിന് വിളിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ അടുത്താണ് വന്നത്. കാരണം ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ വരിക. അദ്ദേഹം എന്ന് പറഞ്ഞ റെമ്യൂണറേഷൻ അദ്ദേഹം നേരത്തെ പറഞ്ഞു. ഒരു 5000 രൂപ തൊട്ട് ഒരു 60,000 രൂപ താഴെ വരെ ഉള്ള ചികിത്സാ വിധികളുണ്ട് ഇവിടെ. കിടന്ന് ചികിത്സിക്കുന്നത് ഡിപ്പെൻസ് ആണ് അല്ലേ? കാരണം ഒരു ഡോക്ടർമാരും ഒരു ഹോസ്പിറ്റലുകാർ പൈസ പറയാൻ ഇവന്മാരെല്ലാം ഉടായിപ്പാ. എന്നിട്ട് ഞാൻ രണ്ടാമൊരു കാര്യോട് ചോദിച്ചു. അവസാനം ചോദിച്ച കാര്യമുണ്ട്. ഞാനിവിടെ അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഇദ്ദേഹം പറയുന്ന പോലെ ചികിത്സയെടുത്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവട്ടെ. വേദനകൾ പമ്പ കിടക്കട്ടെ. വേദന എല്ലാവരുടെയും മാറട്ടെ. ഒരുപാട് സന്തോഷമായിട്ട് സ്നേഹത്തോടെ ജീവിക്കുക. നന്മ സ്നേഹം 2TV വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.